നാളായി ഗേറ്റ് ഇവിടെ വെച്ചിട്ട് 23 വർഷമായി അല്ലേ? അപ്പം 1-2 പ്രാവശ്യം ഇത് മെയിൻ്റെനൻസ് ചെയ്തു. 2 പ്രാവശ്യം മെയിൻ്റെനൻസ് ചെയ്തു കഴിഞ്ഞിട്ട് രണ്ടാമത്തെ പ്രാവശ്യം കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ ഭയങ്കര ടൈറ്റ് ആയതല്ലേ? ശരി. അപ്പോൾ അത് നമ്മൾ കുറച്ച് നാളായിട്ട് ബുദ്ധിമുട്ടുമായിരുന്നു ഈ പ്രശ്നമായിട്ട് ബന്ധപ്പെട്ടല്ലേ? ഒരു വർഷത്തോളം ബുദ്ധിമുട്ടി അല്ലേ? നമുക്ക് ഇത് നല്ല ടൈറ്റ് വന്നു. ഒരാൾ പിടിച്ചാൽ പോകത്തില്ലായിരുന്നു. ശരിയാണ്, ഞാൻ തുടക്കത്തിൽ കാണിക്കുന്നുണ്ട്, ഭയങ്കര ടൈറ്റായിരുന്നു. ഇപ്പം ഞങ്ങളിവിടെ ചെയ്തിരിക്കുന്ന പരിപാടി ആക്ച്വലി ഇത് ഓട്ടോമേഷൻ ചെയ്തിരിക്കുന്നതാണ്. എവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഞാൻ ഇന്ന് ചങ്ങനാശ്ശേരി മധുമൂല എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടുത്തെ പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ ഇവിടെ ഒരു കുറേയേറെ വർഷമായിട്ട് ഒരു 10-20 വർഷമായിട്ടുള്ളൊരു ഗേറ്റ്, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഗേറ്റുണ്ട്. ഈ ഗേറ്റ് ഒരു വിധത്തിലും നമുക്ക് കൈകൊണ്ട് വലിക്കാനോ തള്ളാനോ മൂവ് ചെയ്യാനോ പറ്റില്ല. കാരണം നിലവിൽ അത് ഭയങ്കര സ്റ്റക്കാണ്. ഞാൻ കാണിച്ചില്ല, ഇതുണ്ടോ? ഇതാണ് എൻ്റെ പ്രശ്നം. അപ്പോൾ പ്രായമുള്ള ഒരാൾ വീട്ടിലുണ്ടെങ്കിൽ അവർക്കൊരിക്കലും, ഒരു കൊച്ചുകുട്ടികളുണ്ടെങ്കിൽ ഇതൊരിക്കലും കൈകൊണ്ട് മൂവ് ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ ആക്ച്വലി എൻട്രൻസ് ഓട്ടോമേഷൻ റിസർച്ച് ചെയ്യിക്കുന്ന ഒരു കമ്പനിയാണ്. ഞങ്ങളുടെ കമ്പനിയുടെ പേര് ന്യൂടെക് മീഡിയ സൊല്യൂഷൻ എന്നാണ്. ഞങ്ങൾക്ക് നിലവിൽ ഗേറ്റ് മാനുഫാക്ചർ ചെയ്യുന്ന യൂണിറ്റുണ്ട്. സിമിൻ്റെ വല അതിൽ ഞങ്ങളുടെ ഓഫീസുണ്ട്. കൂടാതെ ഗേറ്റ് മാനുഫാക്ചറിങ് യൂണിറ്റ് ഉള്ളത് കരിമ്പങ്കാലയിലാണ്. അപ്പോൾ ഈ കസ്റ്റമർ ഞങ്ങളെ അഭിമുഖീകരിക്കുകയും ഞങ്ങളതിൻ്റെ സൊല്യൂഷൻ കൊടുക്കുകയും ചെയ്യാമെന്ന് കമ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ സൈറ്റ് വിസിറ്റ് ചെയ്തു. ഇവിടെ വന്ന് കണ്ടപ്പം അതിൻ്റെ ശരിയായിട്ടുള്ള പ്രശ്നം എന്നാ ചോദിച്ചാൽ ഇതിൻ്റെ ബേസാണ്. അതായത് ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന ഈ വീലുകൾ ഞങ്ങൾ ഉപയോഗിക്കുന്നത് ഡബിൾ സൈഡ് ബെയറിംഗ് ഉള്ള വീലുകളാണ്. കൂടാതെ 20 mm അല്ലെങ്കിൽ അതിന് ആപ്റ്റായിട്ടുള്ള വീലിന് ഉപയോഗിക്കുന്ന ആപ്റ്റായിട്ടുള്ള സോൾഡ് ബാറാണ് ഞങ്ങൾ ഓടിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു കാര്യം ചോദിച്ചാൽ ഇതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഗൈഡിനകത്ത് ഓടാനുള്ള സംവിധാനത്തല്ല നിൽക്കുന്നത്. ഒരു ഗേറ്റ് ഒരു വിധത്തിലും നമുക്ക് കൈകൊണ്ട് തള്ളാൻ പറ്റില്ല. കാരണം ഇത് ഭയങ്കര ടൈറ്റാണ്. ഇത് അതിഭയങ്കര ടൈറ്റാണ്. നമുക്ക് ഒരിക്കലും മൂവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഈ വീഡിയോയിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇത് കംപ്ലീറ്റ് ഈ പ്രസൻറ്റ് കണ്ടീഷൻ അനുസരിച്ച് കംപ്ലീറ്റ് ഞങ്ങളിതിൻ്റെ കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് പെർഫെക്റ്റ് ആക്കിയതിന് ശേഷം ഞങ്ങളിത് ഇവിടെ എറാക്ക സ്പെയിൻ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഓട്ടോമേഷൻ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്ത് ഇവർക്ക് റിമോട്ടിലാക്കി കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ബാക്കിയുള്ള വിവരങ്ങൾ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിൻ്റെ ഫൈനൽ സ്റ്റേജ് എങ്ങനെയാണെന്നുള്ളത് കാണാം. ഞാനിപ്പോൾ ആ സൈറ്റിലാണ്. ഗേറ്റ് വർക്ക് ചെയ്യുന്ന വീഡിയോ ആണ് നിങ്ങൾ ഇപ്പോൾ നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കസ്റ്റമറുമായിട്ടുള്ള സംസാരത്തിന് മുമ്പ് ഗേറ്റിൻ്റെ ഓപ്പറേഷൻ ഒന്ന് കണ്ട് മനസ്സിലാക്കാം. ഇതതിൻ്റെ റിമോട്ടാണ്. റിമോട്ടിൽ പിടിച്ച് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ അത് വർക്ക് ചെയ്യുന്നു. അത് ഫുള്ളി ക്ലോസ്ഡ് ആകാനുള്ള കമാൻഡാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഈ രീതിയിലാണ് ഗേറ്റ് വരയ്ക്കുന്നത്. ആക്ച്വലി നമ്മൾ തുറക്കിയ സമയത്ത് വീഡിയോ തുടക്കത്തിൽ കണ്ട പോലെ ഭയങ്കര ടൈറ്റായിരുന്നു. ടൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് കൈകൊണ്ട് തള്ളുന്നതിനപ്പുറമായിരുന്നു. ഇത് മാനുവലാക്കി ഞാൻ കാണിക്കുന്നില്ല. അത് ഓൾറെഡി സ്മൂത്താണെന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഈ രീതിയിലാണ് ഇത് വർക്ക് ചെയ്യുന്ന രീതി. കണ്ടാൽ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കൂടാതെ തന്നെ വർക്ക് ചെയ്യുന്നത് മറ്റൊരു രീതി, ഇത് പെഡസ്റ്റനായിട്ട് ഓപ്പൺ ആക്കാന്നുള്ളതാണ്. ഇതിൻ്റെ ബട്ടണെ പിടിച്ച് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഇത് പൂർണ്ണമായിട്ടും ഒരു തുറക്കേണ്ടാത്ത സാഹചര്യത്തിൽ എവിടെ വേണമെങ്കിലും പോസ് ചെയ്ത് ഇത് പെഡസ്റ്റൻ ഓപ്പറേഷൻ എന്നാണ് പറയുന്നത്. ഒരു ബൈക്ക് മാത്രം കയറി വരേണ്ട സാഹചര്യത്തിൽ ഇത് പുള്ളി ഓപ്പൺ ആക്കേണ്ട ആവശ്യമില്ല. എവിടെയാണോ ആവശ്യം അവിടെ കൊണ്ട് നമുക്ക് പോസ് ചെയ്യാൻ പറ്റും. ഈ രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. കസ്റ്റമർ അദ്ദേഹം എൻ്റെ കൂടെ ഉണ്ട്. ആ ഗേറ്റ് ഇപ്പോൾ എങ്ങനെയാണ് കണ്ടീഷൻ എന്നുള്ളത് അദ്ദേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കാം. സാറേ, എന്നാ ഉണ്ട്? സുഖം തന്നെ. അപ്പം ഞാൻ സാറിനെ ഫോക്കസ് ചെയ്യാം. സാറേ, നമുക്ക് ഇപ്പം നിലവിൽ നമ്മളിവിടെ ഗേറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇത് എത്ര നാളായി ഗേറ്റ് ഇവിടെ വെച്ചിട്ട്? 23 വർഷമായി അല്ലേ? അപ്പം 1-2 പ്രാവശ്യം ഇത് മെയിൻ്റെനൻസ് ചെയ്തു. 2 പ്രാവശ്യം മെയിൻ്റെനൻസ് ചെയ്തു കഴിഞ്ഞിട്ട് രണ്ടാമത്തെ പ്രാവശ്യം കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ ഭയങ്കര ടൈറ്റ് ആയതല്ലേ? ശരി. അപ്പോൾ അത് നമ്മൾ കുറച്ച് നാളായിട്ട് ബുദ്ധിമുട്ടുമായിരുന്നു ഈ പ്രശ്നമായിട്ട് ബന്ധപ്പെട്ടല്ലേ? ഒരു വർഷത്തോളം ബുദ്ധിമുട്ടി അല്ലേ? നമുക്ക് ഇത് നല്ല ടൈറ്റ് വന്നു. ഒരാൾ പിടിച്ചാൽ
പോകത്തില്ലായിരുന്നു. ശരിയാണ്, ഞാൻ തുടക്കത്തിൽ കാണിക്കുന്നുണ്ട്, ഭയങ്കര ടൈറ്റായിരുന്നു. ഇപ്പം നമ്മളിപ്പം ഞങ്ങളിവിടെ ചെയ്തിരിക്കുന്ന പരിപാടി ആക്ച്വലി ഇത് ഓട്ടോമേഷൻ ചെയ്തിരിക്കുന്നതാണ്. ഇപ്പം എങ്ങനെയുണ്ട് ഈ ഞങ്ങൾ വർക്ക് ചെയ്തിട്ട് എങ്ങനെയുണ്ട്? സ്മൂത്താണ്, യാതൊരു കുഴപ്പമില്ല. മോട്ടോർ വെച്ചുകൊണ്ട് പിന്നെ തള്ളേണ്ട ആവശ്യം വരുന്നില്ല, അല്ലാതെ തന്നെ സ്മൂത്ത് തന്നെയാണ് അല്ലേ? അപ്പം നമ്മൾ തമ്മിൽ ബന്ധപ്പെട്ട് സാർ എന്നെ ഒന്ന് ആക്ച്വലി സാറെ എന്നെ ഒന്ന് എനിക്ക് ഒരു റെഫറൻസ് കൊടുത്ത് ഒരാൾ നമ്പർ കൊടുത്തിട്ട് എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഓഫീസിൽ ഈ തരത്തിലുള്ള ആക്സസറീസ് ഉണ്ട്, അതൊന്ന് കാണും അല്ലേ? അതൊന്ന് കണ്ടു, കാര്യങ്ങൾ മനസ്സിലാക്കി, കൊട്ടേഷൻ അയച്ചു കൊടുത്തു, പ്രൈസിൻ്റെ കാരണം ധാരണയാക്കി, ഇതെല്ലാം ആക്കിയതിന് ശേഷം ഞാൻ പിന്നെ ബാക്കി അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കുമായിരുന്നു. അപ്പോൾ അതാണ് കാര്യം. ഇപ്പോൾ ഇതിവിടെ ഇനി എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നുള്ളത് ഞാൻ വിശദമായിട്ട് കാണിച്ചു തരാം. ഇത് ചങ്ങനാശ്ശേരി മധുമൂലയിലാണ് സൈറ്റ്, നല്ല വെയിലാണ്. ഇതാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന ഗേറ്റ്. ഇവിടെ ഗേറ്റ് പൂട്ടേണ്ട ആവശ്യം നിലവിൽ വരുന്നില്ല, കാരണം ഇത് മോട്ടറെ പിടിച്ച് കിടക്കുന്നതുകൊണ്ട്. അതുപോലെ തന്നെ ഇത് ഗേറ്റ് ഓടാനുള്ള ടീത്താണ്. ഇതൊരു മാഗ്നറ്റിക് ലിമിറ്റ് സ്വിച്ചാണ്. ഇത് ടീത്ത് വെച്ച് നമ്മൾ എക്സ്ട്രാ വെച്ച് വെൽഡ് ചെയ്തിരിക്കുന്നു, മുന്നോട്ട് വെൽഡ് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ ഗേറ്റ് സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സോൾഡ് ബാർ വെച്ചിട്ട് ഇമ്പോർട്ടർ വീല് ആയിട്ടുള്ള ഡബിൾ സൈഡ് ബെയറിംഗ് വെച്ചുള്ള വീല് വെച്ചിട്ട് ചെയ്തിരിക്കുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ ആക്ച്വലി എല്ലാ ആംഗിളും ഉണ്ടായിരുന്നു. അതിൻ്റെ മുകളിൽ നമ്മൾ സോൾഡ് ബാർ എൻ്റെ അഭിപ്രായപ്രകാരം വെച്ചത് മാത്രമേ ഉള്ളൂ. ഇതാണ് വന്നിട്ട് ഗേറ്റ്. ഇതൊരു പൊക്കം ആക്ച്വലി ഇതിനൊരു പൊക്കം ഒരു 6 അടി പൊക്കം ഉണ്ടായിരിക്കും, നല്ല ഹൈറ്റുണ്ട്. 23 വർഷം മുമ്പ് ഒരു വീട് പണിത കൂടെ ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ മേളിൽ മോട്ടോർ സൈഡിലേക്ക് വരാം. മേളിൽ നമ്മളിത് മുട്ടായിരിക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തൊരു നൈലോൺ വീല് വെച്ചിരിക്കുന്നു. അതിൻ്റെ മോട്ടോർ സൈഡ് എടുക്കുകയാണെങ്കിൽ ഇവിടെ മോട്ടോർ വെച്ചിരിക്കുന്നു. ഇവിടെ സ്ട്രക്ചർ ഉണ്ടാക്കി അതിൻ്റെ മുകളിലേക്ക് മോട്ടോർ വെച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഗേറ്റിൻ്റെ ഇങ്ങോട്ടുള്ള എക്സ്റ്റൻഷൻ നമ്മൾ എക്സ്ട്രാ ഉണ്ടാക്കിയിരിക്കുന്നതാണ്, ഈ ടീത്ത് വെച്ച് വെൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നിലവിലുണ്ടായിരുന്ന എല്ലാ ആംഗിളിൻ്റെ മേളിലോട്ട് നമ്മൾ സോൾഡ് ബാർ വെച്ചിരിക്കുകയാണ്. എല്ലാം ഭയങ്കര വൃത്തികേടായിട്ട് തുടക്കത്തിൽ കിടന്ന് ഇപ്പം പിന്നീട് അതെല്ലാം ഭംഗിയാക്കി മാറ്റി ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ആക്ച്വലി നമ്മൾ എൻട്രൻസ് ഓട്ടോമേഷൻ്റെ ഒരു വർക്ക് ചെയ്യുന്ന കമ്പനിയാണ്, അവളുടെ പേര് ഞാൻ പറഞ്ഞു. ഈ തരത്തിലുള്ള എന്തെങ്കിലും എൻക്വയറി ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ സ്ഥാപനമായിട്ട് ബന്ധപ്പെടാം. നമ്മൾ മെയിൻലി ഓട്ടോമേഷൻ്റെ ആൾക്കാരാണ്. അപ്പം നമ്മളെ ബന്ധപ്പെടുമ്പം ഇതിൻ്റെ ഇപ്പം സ്ലൈഡിങ് ഗേറ്റോ സ്വിംഗ് ഗേറ്റോ ഒക്കെ നിലവിലുണ്ടെങ്കിൽ ആ ഗേറ്റ് സ്റ്റക്കാണെങ്കിൽ അത് പ്രോപ്പറായിട്ടത് വർക്ക് ചെയ്യുകയും കൂടാതെ തന്നെ ഓട്ടോമേറ്റ് ചെയ്യുന്നു. ഇത് മാത്രമായിട്ട് നമ്മൾ ചെയ്യാറില്ല, ഓട്ടോമേഷനോട് കൂടിയാണ് ചെയ്യുന്നത്. അപ്പോൾ പുതിയൊരു തരത്തിലുള്ള വർക്കുമായിട്ട് വീണ്ടും കാണുന്നവരെ നന്ദി.